അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലെ CBI അന്വേഷണത്തിനെതിരെ KM എബ്രഹാം സുപ്രീം കോടതിയിൽ. CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് KM എബ്രഹാം കോടതിയെ അറിയിച്ചു. അതേസമയം പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ തടസ്സ ഹർജി കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? CBI ആണെങ്കിൽ ഇവിടെ KM എബ്രഹാമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങളിലേക്കടക്കം, ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിലേക്കടക്കം ഒരു ഭാഗത്ത് കടന്നിട്ടുമുണ്ട്. വിനീത, തീർച്ചയായും PK സൂചിപ്പിച്ചതുപോലെ തന്നെ CBIയുടെ നടപടിക്രമങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് KM എബ്രഹാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണത്തിനെതിരെയാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. വരവിൽ കഴിഞ്ഞ സ്വത്ത് താൻ സമ്പാദിച്ചിട്ടില്ല എന്ന് KM എബ്രഹാം പറയുന്നുണ്ട്. ഒപ്പം തന്നെ CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും ഈ അപ്പീലിൽ KM എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം KM എബ്രഹാമിനെതിരായ CBI അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി കൂടി ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. തനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുത് എന്നാണ് അദ്ദേഹം ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.